Hi guys, welcome back to Watermelon Stories. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണ് ആ സ്പെഷ്യൽ വീഡിയോ? നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. എന്താ കുക്ക് ചെയ്യാൻ പോകുന്നത്? ക്രിസ്പി ബനാന ഫ്രൈ വിത്ത് ചോക്ലേറ്റ്. യെസ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത് ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ സാധനം കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആ കുക്ക് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മളിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ, കാണിച്ചു കൊടുക്കാം അല്ലേ. നമുക്ക് ഇന്നത്തെ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ, മൈദ, ഏത്തപ്പഴം. അതിങ്ങനെ സ്പെസിഫിക്കലി ഇത്ര കിലോ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ചിട്ടുള്ളത് ചെയ്യാം. പിന്നെ സൺഫ്ലവർ ഓയിൽ, ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡ് മേടിച്ചിട്ട് ക്രംസ് ആക്കി എടുക്കണം. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ പഞ്ചസാര, ഉപ്പ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്. അത് ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് ക്രീം പോലെ വേണ്ട എന്താണ് പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഇതിനൊക്കെ വേണ്ട കപ്പുകളും ബൗളുകളും സാധനങ്ങളും, പിന്നെ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് വിത്ത് ക്രിസ്പി ബ്രെഡ് ഫ്രൈ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ മൈദയൊക്കെ എടുക്കുകയാണ് അല്ലേ അത്? അതെ, നമുക്ക് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് കോൺഫ്ലവറും വേണം. അപ്പൊ ഞാനിപ്പോ ഈ വലിയ പാത്രത്തിൽ നിന്ന് കറക്റ്റ് കപ്പ് ഞാൻ എടുത്തോണ്ടിരിക്കുക. ഇതിപ്പോ നമ്മളിപ്പോ ഒരു കപ്പ് മൈദയാണ് എടുത്തോണ്ടിരിക്കണേ. അത് ഈ ബൗളിലേക്ക് ഇടണം. അതോടെ മൈദയൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്താ കോൺഫ്ലവർ. ഇനി നമുക്ക് ഒരു കപ്പ് കോൺഫ്ലവർ അതും എടുത്തിട്ട് നമ്മൾ ഈ മൈദയോടൊപ്പം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത എന്താണ് ചെയ്യണേ? അടുത്തെന്താ? ബാറ്റർ ഉണ്ടാക്കാൻ പോകുന്നു. യെസ്, നമ്മൾ ഇനി കോൺഫ്ലവറും ഒരു കപ്പ് ഇതിലേക്ക് ഇടുക. എവിടെ ഇത് ഒരു കപ്പ് തികയുമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം നമ്മളിത് കോൺഫ്ലവറും മൈദയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 സ്പൂൺ പഞ്ചസാര എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതായിരിക്കണം പഞ്ചസാര ആയിരിക്കണം. അത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് ലാസ്റ്റ് ഉപ്പ് ലാസ്റ്റ് അല്ല, എന്തായാലും എന്തിട്ടാലും കുഴപ്പമില്ല. നമുക്ക് ആ മിക്സ് ചെയ്യുമ്പോ 2 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാരയാണ്. ഒന്ന് അത് മൊത്തം ഇട്ടോ, അത് ഓൾമോസ്റ്റ് 2 സ്പൂൺ ഉണ്ടാവും. നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയും മൈദയും പിന്നെന്തായിരുന്നു കോൺഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ശരിയായോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഉപ്പിന്റെ ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി, അല്ല കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എടുത്ത് തരണം. ഇതേപോലെ വെള്ളം പോലത്തെ പരുവത്തിലേക്ക് എത്തിയാലേ നമുക്ക് ലൈക്ക് ആ ബനാനയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് മുക്കിയെടുക്കുമ്പോൾ ലൈക്ക് ആ സാധനം കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് നേരമായി ഈ പരിപാടി തുടങ്ങിയിട്ട് അല്ലേ? അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വന്നാലാണ് അത് ശരിയാവുള്ളൂ. അല്ലാണ്ട് ഭയങ്കര വെള്ളം പോലെ ആയാലും പോരാ. ഇതിപ്പോ കണ്ട, ഇതിപ്പോ ആ ഒരു ഒഴുക്കം ആ ഫീൽ ചെയ്യണ്ടേ? ഓക്കെ, സ്പൂണിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഒരു ഒഴുക്കം ഫീൽ ചെയ്യണം. ആ ഒരു ഒഴുക്കം കിട്ടണം. ഇതിപ്പോ നമ്മൾ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ? പൊടി ഇതിപ്പോ ഓൾമോസ്റ്റ് സെറ്റായി തോന്നുന്നത്. കൊടുത്ത അതിന്റെ ആ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് കാണിച്ചെടുക്കും. ഈ ഒരു ഒഴുക്കം കണ്ട, ഈ ഒരു സാധനമാണ് ആക്ച്വലി അതിനകത്ത് വേണ്ടത്. അതെ, പക്ഷെ ഇത് പഴംപൊരി അല്ല ഗൈസ്. ഇതിനെ നമ്മൾ സ്പെഷ്യലി ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താണ് അത് സ്പെഷ്യൽ? യെസ്, ആ സാധനം തന്നെ. നമ്മൾ ചോക്ലേറ്റ് കൂടി ഇരിക്കുന്നുണ്ട്. എണ്ണ കുറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കൊരു മധുവിനെ പേടിയുണ്ടായിരുന്നു. പിന്നെ മോർ ഓവർ ഈ വീഡിയോയിൽ സ്പെഷ്യൽ ഒരാള് വന്നിട്ടുണ്ട്. ആമി വന്നിട്ടുണ്ട് വീഡിയോയിൽ അല്ല മധു? ആമി ഫുൾ ഇങ്ങനെ പുറകെ നടക്കുക. അതെ, നമ്മൾ അവിടെ നമുക്ക് അങ്ങോട്ട് വിടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫുൾ അരിഞ്ഞെടുക്കാന്നുള്ളതാണ്. അത് ഞാൻ സഞ്ജുവിനെ ഏൽപ്പിക്കുകയാണ്. ദിവ്യ പ്രവർത്തനം. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ,
ഈ ബ്രെഡിനെ നമ്മൾ അതിന്റെ അറ്റം ഭാഗമൊക്കെ കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രം ഇങ്ങനെ നമ്മൾ ഈ 4 സൈഡ് നമ്മൾ റിമൂവ് ആക്കിയിട്ട് ഈ വൈറ്റ് മാത്രം ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് പൊടിച്ച് അങ്ങനെയാണ് നമ്മൾ ക്രംസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേഗം വരാം. അങ്ങനെ ദേ പഴമുരിക്കൽ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഇത് ഉരിച്ച് ആദ്യം നമുക്ക് എല്ലാ പഴവും ഉരിച്ചു വെക്കാം അല്ലെ. എല്ലാം ഒന്നും വേണ്ട, ആവശ്യത്തിനുള്ള മാത്രമല്ല, ഇത്രയും വേണം നമുക്കൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് 4 പഴം ഉരിച്ചു വെക്കാം. നമ്മൾ പഴം ഉരിക്കൽ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഗൈസ്. പഴം ഉരിക്കൽ എന്ന് പറഞ്ഞാൽ അല്ല, പഴം കീറി മുറിക്കൽ പരിപാടിയിലേക്ക്. എനിക്ക് ഇതിന്റെ കീറി മുറിക്കൽ പരിപാടി അറിയില്ല, എന്നാലും അറിയാവുന്ന നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് സഞ്ചി പഴം മുറിക്കേണ്ടത്. ഞാൻ പഴം മുറിക്കൽ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മുറിക്കാം. പക്ഷെ ഇത് മുറിച്ച് കറക്റ്റ് അടിപൊളിയായിട്ട് വരും. ലുക്ക് ഗൈസ്, ലുക്ക് വന്നു. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മുറിക്കാം, നടുക്കുന്ന് കയറാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രഞ്ച് ഫ്രൈസിന്റെ രൂപത്തിൽ ഇങ്ങനെ നീട്ടത്തിൽ എരിഞ്ഞ് വെക്കണം. അതെ, അതിലേക്കുള്ള ലക്ഷ്യമാണ് എൻ്റെ. നമുക്ക് നോക്കാം എത്രത്തോളം എങ്ങനെ ആവും എന്നുള്ളത്. ഫ്രഞ്ച് ഫ്രൈസിന്റെ രൂപം ആയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൈസ് ആവും. ഫൈനലി ഇതൊരു ഫ്രൈസ് പോലെ ആവൂലേ? ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു പരുവത്തിനാണ് പഴത്തിനെ കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിന് പഴത്തിനെ കിട്ടണം. ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും അരിയാം. അതാണ് ഞങ്ങൾ ജസ്റ്റ് ആദ്യം 4 പഴം മാത്രം റിമൂവ് ആക്കിയത്. മറ്റത് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ. അതെ, ഞാൻ ചെയ്ത ഒരു 1.5 മണിക്കൂർ ആവും എന്നുള്ള സ്ഥിതി വന്നത് കൊണ്ട് ഞാൻ ആ കോൺട്രാക്ട് മധുമിതനെ ഏൽപ്പിച്ചേക്കാണ്. ഫൈനലി ആഗ്രഹമായി ഇന്ന് കഴിക്കണമെങ്കിൽ. അതെ, അതുകൊണ്ട് ഞാനത് അവൾക്ക് തന്നെ കൊടുത്തു. അങ്ങനെ അവള് ഒരു 5-10 മിനിറ്റും കൊണ്ട്, അത്ര എടുത്തില്ല, ഒരു 5-6 മിനിറ്റും കൊണ്ട് ഇത്ര തന്നെ കട്ട് ചെയ്തെടുത്ത്. അത്യാവശ്യം സ്പീഡിൽ തന്നെ ആള് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം ഗൈസ്. അങ്ങനെ പഴം ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മറ്റേത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് പറ്റുന്ന സെക്ഷൻ വരുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും. അതെന്താണ് അങ്ങനെ ആലോചിക്കാന്ന് പറഞ്ഞാൽ? ചോക്ലേറ്റ് ആയതുകൊണ്ടേ പറയാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ പഴം മൊത്തം ഇങ്ങനെ ഉരിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതില്ല. ഓക്കെ, ഫൈനലി നമ്മൾ ഇതേപോലെ പഴം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. യെസ്, അതിന് വേണ്ടി ബ്രെഡ് ഇവിടെ എടുത്തു വെച്ചു. ഇവിടെ മധു ഇതിന്റെ 4 സൈഡും ബ്രൗൺ കളർ നമ്മൾ മാറ്റിയിട്ട് ഇതിന്റെ ഈ ബ്രൗൺ കളർ സംഭവം നമുക്ക് വേണ്ട, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ പോണേ. ഗ്യാസിന്റെ പരിമിതി മൂലം നമ്മൾ മൈക്രോവേവിലാണ് ബ്രെഡ് പൊരിക്കാൻ പോകുന്നത്. അതെ, മൈക്രോവേവ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അവര് ഗ്യാസിൽ തന്നെ അത് ചെയ്തെടുത്തോ, അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതെ, അതിങ്ങനെ ഒരു 4 ബ്രെഡൊക്കെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ബ്രെഡിനെ ഇടിച്ചിടിച്ച് പരത്തുകയാണ്. എന്നിട്ട് നമ്മളിത് ഈ അറ്റം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു 6-7 ബ്രെഡിന്റെ പരിപാടി ഒറ്റയടിക്ക് തീർക്കാം. കട്ടിങ്ങിൽ മാധു അത്യാവശ്യം സ്ട്രോങ് ആണ്. അതെ അതെ, എല്ലാവിധ കട്ടിങ്ങുകളും ഇവിടെ എടുക്കുന്നതാണ്. അതെ, അതെന്താ മാധു അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അല്ല, കുറച്ചുകൂടെ വൃത്തിക്ക് കട്ട് ചെയ്ത് അറിയാവുന്നവർ കുറച്ചുകൂടെ വൃത്തിയിലെ കട്ട് ചെയ്യാം. ഡയലോഗ് അടിക്കുന്ന ആളെന്നാ വന്ന് കട്ട് ചെയ്യും. അതെ, ഈ ബ്രെഡ് ഞാൻ കട്ട് ചെയ്യുന്നത് മധു കാണിക്കുന്നതായിരിക്കും. എനിക്ക് ഇത് കട്ട് ചെയ്ത് പരിചയമൊന്നുമില്ല. എനിക്കും പരിചയമൊന്നുമില്ല, നമ്മളിപ്പോ കാണിക്കും. അതിന്റെ ഇടയിൽ ഒട്ടിപ്പോയി. എന്താ കാണിക്കണ ബ്രെഡിന്റെ? നീ എനിക്കറിയാം, ഇവിടെയൊക്കെ ബ്രൗൺ കത്രി വെച്ച് ഇങ്ങനെയാണ് മുറിച്ചാല അതൊരു നല്ല ആശയായിരിക്കും. ഞാൻ തന്നെ കുഴച്ച് ക്രംസ് ആക്കും തോന്നുന്നുണ്ട്. അതെ, കട്ട് ചെയ്തോ? അതെ, ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ ഞാൻ കട്ട് ചെയ്യാൻ പോവാ. ഈ ഒരു സെക്ഷൻ ഞാൻ തന്നെ കട്ട് ചെയ്യാൻ പോവാ. അത് കാണിച്ചു. ബ്രെഡും കത്തിയും പ്ലേറ്റും ഉണ്ടായി കിട്ടി. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഇവിടെ വെച്ചിട്ട് കണ്ടോ ഗൈസ്, ഈ ഒരു സംഭവം കണ്ടോ? അത് തന്നെ അല്ലേ മധു?
ശരി ഈ സൈഡ് ഞാൻ എങ്ങനെ കട്ട് ചെയ്യും? അയ്യോ യെസ്, ഈ സൈഡ് സക്സസ്ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡ്, ഈ സൈഡ് സക്സസ്ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡ് സക്സസ്ഫുള്ളി ഒന്നും ആയിട്ടില്ല. ബ്രൗൺ കളർ ഇനിയും നോക്കൂ ഗൈസ്, നോക്കൂ രണ്ടിന്റെ ഡിഫറൻസ് നോക്കൂ ഗൈസ്. ഞാൻ കട്ട് ചെയ്തത് അവള് കട്ട് ചെയ്തത് നീ കട്ട് ചെയ്യാൻ പറഞ്ഞ രീതിക്ക് ഞാൻ കട്ട് ചെയ്തത്. ഇങ്ങനെ കട്ട് ചെയ്യാൻ പോയ എന്നെ ഇങ്ങനെ ഞെരുക്കി സാൻഡ്വിച്ച് ചപ്പാത്തി പോലെ ആക്കിയിട്ട് മുറിക്കാൻ പറഞ്ഞു. നോക്കൂ ഗൈസ്, ഇതുപോലെ ആക്കി എടുക്കണം. നമുക്ക് ഇത് ഇവിടെ ആക്കാം. ഇനി അടുത്തത് ഈ 2 ബ്രെഡ്. അത് ഞാൻ വേണമെങ്കിൽ തിന്നാന്നൊക്കെ. അത് പറ്റില്ല. അങ്ങനെ നമ്മൾ മൈക്രോവേവിലേക്ക് കൊണ്ട് ബ്രെഡ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക. തലതൊത്തിരത്തിക്കേ കണ്ടോ, ഇതേപോലെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കാം. വെച്ചാ ചിലപ്പോ ഓർഡർ തെറ്റും. അതെ, അതൊന്നും കാര്യമാക്കണ്ട, കാരണം സഞ്ജു ആണല്ലോ കട്ട് ചെയ്തത്. ഞാൻ കട്ട് ചെയ്തതൊക്കെ അത് ഇങ്ങനെ തുണി പോലെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യം ഇത്രയും വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് പറഞ്ഞു കൊടുക്ക്. പിന്നെ അത് നല്ല ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കും. ഇത് വേസ്റ്റ് ആയിട്ട് കളയൊന്നും വേണ്ട കേട്ടോ, നമ്മളിത് മാറ്റി വെച്ചു എന്നുള്ളൂ. അതാണ് ഇത് പ്യുവർ. പിന്നെ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കും. അതെ, നമ്മളിനി ഇതിൻ്റെ അകത്തൊരു സമയം എത്ര, 3.5 മിനിറ്റ് സമയം കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഇതിങ്ങനെ കവറൊക്കെ പൊളിച്ച് അത് ഇട്ടോണ്ടിരിക്കുക. അത് ചോക്ലേറ്റ് ഒന്നാ എനിക്കും വേണം. അതെ, 20 പാക്കറ്റ് തന്നെ പൊട്ടിച്ചതിൻ്റെ അകത്ത് ഇടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇടും എന്തായാലും ഇടും. 20 പാക്കറ്റ് എന്തായാലും ഇട്ടിരിക്കും. എത്ര ഉള്ളൂ. ചോക്ലേറ്റ് ഉരുക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത്തിരി വെള്ളം ബൗളിൽ വെച്ചിട്ട് ചോക്ലേറ്റ് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ചോക്ലേറ്റ് ഉരുക്കണേ. അങ്ങനെ ബ്രെഡും ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ ഇട്ടടിച്ച് ഈ ഒരു പരുവത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഉരുക്കാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ചോക്ലേറ്റ് ഉരുക്കി വരട്ടെ. അങ്ങനെ സഞ്ജു ആണ് ഇപ്പോൾ ചോക്ലേറ്റ് എക്സ്പേർട്ട്. നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയ അതേ കൺസിസ്റ്റൻസിയിൽ വേണം ഈ ചോക്ലേറ്റിന്റെ കൺസിസ്റ്റൻസി വരാനായിട്ട്. അപ്പോ ഫൈനലി സഞ്ജു അടുക്കളയിലൊക്കെ കയറി പണിയെടുക്കുന്നത് കൺകുളൂർക്കെ കാണുകയാണ്. ഞാൻ അങ്ങനെ ഞാൻ പണിയെടുക്കാറുണ്ട്. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പ്ലേറ്റ് എടുത്ത് ഫുഡ് കഴിച്ച് പണിയെടുക്കും. അതെ കഴിക്കുക, അവിടെ ഇട്ട് പോവുക. അതാണ് സഞ്ജു എടുക്കുന്ന പണി. റെഡി ആയിട്ടില്ലതേ ആ സൈഡിൽ നിന്നൊക്കെ എടുക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നോ? ആ സൈഡ് അടക്കം ഉരുകുന്ന അത്രയും ഇതായിരിക്കണം. നമ്മൾ ഓൾമോസ്റ്റ് മറ്റേ നമ്മുടെ അരച്ചു പൊടിച്ച് ചെയ്യേണ്ട പരിപാടികളെല്ലാം സെറ്റായി. ഇനിയിപ്പോ നമ്മളിത് അടുത്തത് പഴ ഫുൾ ബാറ്ററിലിട്ട് റെഡിയാക്കി. അതെ, ഇപ്പൊ കണ്ടോ നമ്മളിപ്പോ ഈ പഴമൊക്കെ എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് എടുത്തിടണം. അല്ല, ഫസ്റ്റ് നീ മൊത്തം അതിൻ്റെ അകത്ത് ഇന്ന് പിടിക്കട്ടെ. പഴം അതിൻ്റെ അകത്തിട്ട് വേണ്ട. ഇട്ടോ. അതുപോലെ കുറച്ചുകൂടി ഇട്ടോ. എന്തായാലും എക്സൈറ്റഡ് ആണ് ഇത് ഉണ്ടാക്കി വരുമ്പോ ഉള്ള. നമ്മളിത് ഇങ്ങനെ ഇതുവരെ കുഴച്ചെടുക്കണം. ഫുൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പഴത്തിന്റെ ആ മഞ്ഞ കളർ കാണാനേ പാടില്ല. കാണുമ്പോ നിങ്ങൾക്ക് കുറച്ച് പഴംപൊരി പോലെയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഇത് പഴംപൊരി അല്ല ഗൈസ്. ക്രിസ്പി ഫ്രൈഡ് ബനാന. യെസ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പേര് പറയണത് ആ പേര് കാത്തു സൂക്ഷിക്കാനാ അല്ലേ മധു? അങ്ങനെ നമ്മൾ ഇത് 4 ഇങ്ങനെ പരട്ടി വെച്ചിട്ടുണ്ട്. അടുത്തത് എടുത്തോണ്ടിരിക്കുക. മധുവാണ് ഇൻചാർജിൽ നിൽക്കണേ. മധു, പിന്നെ നമുക്കിത് പൊരിക്കാം. യെസ്, അങ്ങനെ മൈക്ക് ഓഫായ കഥ ഞങ്ങൾ അറിയാണ്ട് ഞങ്ങളവിടെ ഫുൾ കത്തടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുത്തതിൻ്റെ എല്ലാം സൗണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഇതിൽ ഞാൻ സൗണ്ട് തരാമെന്ന്. അപ്പം ഞങ്ങളുടെ എക്സ്പ്രഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, പറയണതൊന്നും നോക്കണ്ട. ഞങ്ങൾ ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരുടെ റിവ്യൂസ് എടുക്കാനായിട്ട് ഞങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഓരോ മെമ്പേഴ്സിനെ വിളിച്ച് നമ്മൾ അവരോടൊക്കെ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്ന് ചോദിക്കലായിരുന്നു. അപ്പോൾ ആദ്യം വന്നത് എൻ്റെ അനീത്തിയായിരുന്നു. അതിൻ്റെ ചോക്ലേറ്റ് കണ്ട് വീഴുന്ന എനിക്കറിയാവുന്നതുകൊണ്ട് ആളതിനിടെ 2-3 തിന്നതും ഞാൻ നൈസായിട്ട് കണ്ടുപിടിച്ചിരുന്നു.
അവൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത റിവ്യൂവറിനെ തപ്പി പോവുകയായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് പോയി. ആൾ സാഹിത്യപരമായി എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. പാവം ഞങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മാതാജിയാണ് ലാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചത്. അല്ല, സെക്കൻഡ് ലാസ്റ്റ്. ആൾക്കിഷ്ടപ്പെട്ടു. 2-3 ആളും കഴിച്ചു. പിന്നെ അതിനിടയിൽ സഞ്ജുവിൻ്റെ കുറേ കലാവിരുതുകൾക്ക് ശേഷം എൻ്റെ അച്ഛൻ കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ദ മെയിൻ ടേണിംഗ് പോയിൻറ്റ്. ആൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ മൂഡ് ഫുള്ള് പോയേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സമാധാനം ഇത് ഉണ്ടാക്കുമ്പോൾ പോലും ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതിൽ മുക്കി കഴിക്കണം. നല്ലോണം മുക്കി കയ്യിലിപ്പോൾ ഒന്നും മുക്കിയില്ല. എങ്ങനെയുണ്ട്? നല്ലതാണോ? അത് ബ്രെഡ് ക്രംസ്. ബ്രെഡ് പൊടിച്ചിട്ട് അതില് അങ്ങനെ അതെ നമ്മളെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. എല്ലാവർക്കും ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അനിയത്തിക്കും ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വിജയിച്ച സ്ഥിതിക്ക് എന്തായാലും സെക്കൻഡ് വീഡിയോ നമ്മൾ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും അല്ലേ അത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും